സീനിയർ ഗേൾസ് ഹൈജമ്പ് മത്സരത്തിൽ വിജയിച്ച സോണിയ നമ്മളോടൊപ്പമുണ്ട്. RMHSS ആളൂർ സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് സോണിയ. ജില്ലയ്ക്കും അതോടൊപ്പം നാടിനും സ്കൂളിനും ഒക്കെ അഭിമാനമായി മാറിയിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ഈ ഒരു വിജയം? പ്രതീക്ഷിച്ചതാണോ? ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. സാറിന്റെ കോൺഫിഡൻസ് സാറിന് ഉറപ്പായിരുന്നു എനിക്ക് സ്റ്റേറ്റ് ഗോൾഡ് വരുന്നു. ആ കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ബെസ്റ്റ് ചെയ്യാൻ പറ്റി. ബെസ്റ്റ് ചെയ്തില്ല, ജില്ല ചെയ്ത ഹൈറ്റ് ചെയ്യാൻ പറ്റിയില്ല. വേറെ മത്സര ഇനങ്ങളിലായിരുന്നു ആദ്യം 100 മീറ്റേഴ്സിനൊക്കെ ആയിരുന്നു. പിന്നീട് എങ്ങനെയാണ് ഈ ഹൈ ജമ്പിലോട്ട് വന്നത്? ഞാൻ സ്പ്രിന്റ് ആയിരുന്നു നോക്കി 100 to 100 കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടായില്ലേ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഒരു ഇഞ്ചറി വന്നു. അപ്പൊ ഒരു 4 മാസം പോയി. ഒരു 1.5 മാസത്തെ ട്രെയിനിങ്ങിലാണ് ഹൈ ജമ്പിലോട്ട് ആയത്. 1.5 മാസം ട്രെയിൻ ചെയ്തിട്ടുള്ളൂ ഹൈ ജമ്പ്. അപ്പൊ അതിൽ ക്ലിക്കായി. പിന്നെ സാറ് ഹൈ ജമ്പറാണ്. അപ്പൊ സാറിന്റെ ടെക്നിക്സും സാറൊക്കെ പറഞ്ഞു തന്നു. അങ്ങനെ ബെസ്റ്റ് ചെയ്യാൻ പറ്റി. പരിശീലനമൊക്കെ എങ്ങനെയായിരുന്നു? 1.5 മാസം കൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പൊ അത്രത്തോളം കഠിനമായിരുന്നു പരിശീലനം, അല്ല ഈസി ആയിരുന്നു? ടഫായിരുന്നു. കാരണം അതിന്റെ കൂടെ റണ്ണിങ്ങും കൂടെ നോക്കണ്ടേ, സ്പ്രിന്റിങ് കൂടെ ചെയ്യണ്ടേ. ഞങ്ങൾക്ക് ബെഡൊന്നും ഇല്ല സ്കൂളിൽ. നല്ല പിന്നെ ഗ്രൗണ്ട് സിന്തറ്റിക് ട്രാക്ക് ഇല്ല. അപ്പൊ ഞങ്ങൾ കുന്നംകുളത്താ പോവാ. അപ്പൊ കുറെ പോകണം. അപ്പൊ ഞങ്ങൾ 4:30 ആകുമ്പോഴേക്കും സ്കൂളിൽ നിന്ന് പോയി. എന്നാലേ ഒരു 7:30-6:30 ടൈം ആകുമ്പോഴേക്കും കുന്നംകുളത്ത് എത്താൻ പറ്റും. അപ്പോൾ സാറും അതിനനുസരിച്ച് സാറിന്റെ വീടും അതിനേക്കാൾ ദൂരെയാണ് 3 പീടിക. അപ്പൊ സാറിനും അതിനനുസരിച്ച് നേരത്തെ വന്നെ. അപ്പൊ സാറിന്റെ എഫേർട്ട് കാണുമ്പോൾ ഒരു ഇതാണ്. അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്തു. വേറെ എന്തെങ്കിലും ഇനത്തിനും പങ്കെടുത്തിട്ടുണ്ടായിരുന്നോ? ഞാൻ 200 ചെയ്തിട്ടുണ്ടായിരുന്നു. 200 ബ്രോൺസ് ഉണ്ട്, 3rd ഉണ്ട്. ഇതിനു മുമ്പ് കായികമേളയ്ക്കൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? മറ്റെല്ലാ മത്സരങ്ങൾക്കൊക്കെ ഇങ്ങനെ പങ്കെടുക്കാറുള്ളതാണോ? ഞാൻ ഹൈജമ്പ് ആദ്യമായിട്ടാണ് ലൈഫിൽ ആദ്യമായിട്ടാണ് സ്റ്റേറ്റ് മെഡൽ വരുന്നത്. ഹൈജമ്പ് ആദ്യമായിട്ടാണ് ഈ വർഷം ചെയ്യുന്നത്. അപ്പോൾ ഈ 1.5 മാസത്തെ ട്രെയിനിങ്ങിലാണ് ഹൈജമ്പ് വന്നത്. അതിന് മുന്നേ റണ്ണിങ്ങിനൊക്കെ വന്നിട്ടുണ്ട്. 200 കഴിഞ്ഞ കൊല്ലം ബ്രോൺസ് ഉണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് മെഡൽ ഗോൾഡ്. വീട്ടിൽ നിന്നുള്ളൊരു സപ്പോർട്ടൊക്കെ എങ്ങനെയാണ്? വീട്ടിൽ നല്ല സപ്പോർട്ടാണ്. നമ്മൾ ഇതിനനുസരിച്ച് നേരത്തെ ഒക്കെ വന്നെങ്കിൽ പാരന്റ്സ് അതിനനുസരിച്ച് നേരത്തെ ഫുഡും നേരത്തെ കൊണ്ടാക്കാൻ അതിനൊക്കെ അവർ ഫുൾ സപ്പോർട്ടാണ്. പപ്പയൊക്കെ നല്ല സപ്പോർട്ടാണ്. അതിനേക്കാൾ തുള്ളിച്ചാടായിരുന്നു പപ്പ എനിക്ക് മെഡൽ കിട്ടിയപ്പോ. സന്തോഷം. പപ്പയെ കണ്ടിരുന്നോ ഇതിനു ശേഷം, വിജയിച്ചതിന് ശേഷം? ഇവിടെ ഉണ്ട്, അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് പറഞ്ഞു. ഇനി സ്കൂളിൽ നിന്നുള്ള സപ്പോർട്ട് എങ്ങനെയാണ്? ഞങ്ങൾക്ക് ഫെസിലിറ്റീസ് ഒക്കെ ലിമിറ്റഡ് ആണ്. പിന്നെ സാറിന്റെ എഫേർട്ട് ഞാൻ പറഞ്ഞു. സാറ് നല്ല ദൂരെന്നാ വരുന്നത്. അപ്പൊ അതിനനുസരിച്ച് പിന്നെ അതല്ല വിഷമമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ സ്റ്റുഡൻസ് ഷോർട്ടേജ് ഉണ്ട്. അപ്പൊ അടുത്ത കൊല്ലം സാർ ഉണ്ടാവുമെന്ന് തന്നെ ഉറപ്പില്ല. അപ്പൊ ഈ കൊല്ലം തന്നെ കുട്ടികളില്ലാണ്ട് ഞങ്ങളെല്ലാവരും കൂടെ കുട്ടികളൊക്കെ ഒപ്പിച്ചു കൊടുത്താണ്. അപ്പൊ അടുത്ത കൊല്ലം എന്റെ സ്കൂൾസ് കഴിഞ്ഞു, എന്റെ ലാസ്റ്റ് സ്കൂൾസ് ആണ്. പക്ഷെ ഇനി ഞാൻ സാറിന്റെ ട്രെയിനിങ് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ അവരും കുറെ പേരുണ്ട് ഇനിയും ഈ വർഷം സ്കൂൾസ് ഒക്കെ ചെയ്യുന്നവരുണ്ട്. അപ്പൊ അവർക്കൊക്കെ ട്രെയിനിങ്ങിന് സാർ ഉണ്ടാവുമെന്ന് ഉറപ്പില്ല. അപ്പൊ അതിന് വേണ്ട കായികാധ്യാപകർക്ക് വേണ്ട നടപടികളൊക്കെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ സാറേ, കുട്ടിക്കും പറയാനുള്ളത് അത് തന്നെയാണ്. സാറിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഈ പരിമിതികൾക്കിടയിൽ നിന്നുകൊണ്ട് ഇത്രയും പരിശീലനം നൽകി 1.5 മാസം കൊണ്ടാണ് ഈ ഒരു സ്വർണ്ണ നേട്ടം ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൽ സാറിന്റെ വലിയൊരു പങ്കുണ്ട്. അപ്പൊ സാർക്ക് എന്ത് തോന്നി ഒരു നിമിഷം? ദൈവാനുഗ്രഹം ഉണ്ട്. എന്തായാലും അൺലക്കി ആയിരുന്നു കുറച്ച് ടൈമും. പിന്നെ ഇപ്രാവശ്യം സംഭവം എല്ലാം റൈറ്റ് പ്ലേസിൽ വന്നുകൊണ്ട് ഉണ്ടായി. 1.5 മാസം ട്രെയിൻ ചെയ്തിട്ടുള്ളത് വാസ്തവമായിട്ടുള്ള കാര്യമാണ്. കാരണം ഒരു ഇഞ്ചുറി ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം സെറ്റ് ബാക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 3 മന്ത് പോയി. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ 100 to 100 നമുക്ക് കാണായിരുന്നു. ഒരു പക്ഷേ ശരിക്കും നല്ല രീതിയിൽ ഫോമായി വന്നിരുന്നത്. അപ്പോൾ പിന്നെന്ന് പറഞ്ഞ ആള് വളരെ ഡൗൺ ആയി ഇഞ്ചുറി വന്നതോടുകൂടിയിട്ട്. അപ്പോൾ പിന്നെ അതിന്റെ ഭാഗമായിട്ട് ഏതെങ്കിലും ഒരു ഐറ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യണം. ജമ്പ് ആക്ച്വലി എനിക്കറിയായിരുന്നു ഹൈ ജമ്പ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു 2 ഐറ്റവും പിന്നെ മറ്റുള്ള അതിൽ നിൽക്കണ കാരണം ഞാൻ ജമ്പിലേക്ക് കൺവേർട്ട് ചെയ്യാണ്ടിരുന്നത്. പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ വേറെ വഴിയില്ല. അപ്പോൾ അതുകൊണ്ട് കൺവേർട്ട് ചെയ്ത് മെഡൽ വന്നു. നാഷണൽ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. കഴിഞ്ഞ നാഷണൽ ഗോൾഡ് വന്നതാണ് റിലേയിൽ. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫേർട്ട്, സ്മാർട്ട് വർക്ക്. അതിൽ സോണിയ സെക്കൻഡ് ടു നൺ ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണോ ആഗ്രഹിക്കണത് നമ്മുടെ മനസ്സിൽ നിന്ന് അത് അവിടെ ഉണ്ടാവും. അഡാപ്റ്റ് ചെയ്യാനുള്ള കഴിവ് കൂടുതലാണ്. ലിസണിങ് സ്കില്ല് കൂടുതലാണ്. ഒരു സ്പോർട്സ്മാന് വേണ്ട സാധനങ്ങളത്. പിന്നെ പറഞ്ഞാൽ ഫോക്കസ്ഡ് ആണ്. അതിൽ നിന്ന് ഒരിക്കലും മാറില്ല. ഇപ്പോൾ നമ്മൾ മൊബൈൽ യൂസ് ചെയ്യരുതെന്ന് പറഞ്ഞാലും അത് മൊബൈൽ യൂസ് ചെയ്യില്ല. അപ്പോൾ ഞാൻ കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസൾട്ട് ആകുമ്പോൾ ഇവർക്ക് റിസൾട്ട് കിട്ടിയാലേ ഇവർക്ക് കാര്യമുള്ളൂ. കാരണം ഫ്യൂച്ചറിൽ ഇപ്പോൾ ഒരു ജോലി കിട്ടാനാണെങ്കിൽ എന്താണെങ്കിലും അപ്പം വീട്ടിൽ മൊബൈൽ കൊണ്ടുവന്നിട്ട് സ്കൂളിൽ വെക്കാൻ പറയും. അപ്പോൾ അതിനൊന്നും ഒരു മടിയില്ല. അവർ കൊണ്ടുവന്ന് സ്കൂളിൽ വെക്കും. വീട്ടിൽ കൊണ്ടുപോവില്ല. അപ്പോൾ അങ്ങനെ ചെറിയ ഫോണ്, സാധാ ഫോണൊക്കെ യൂസ് ചെയ്യും. ഇപ്പോഴത്തെ പിള്ളേർ അങ്ങനെ നമുക്ക് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. അത് ഇവർ മാത്രമല്ല, അവർ ഗ്രൂപ്പ് മൊത്തം ഒരു 8, 9, 10, 15 കുട്ടികളുണ്ട്. അവരെല്ലാവരും ആ ഒരു ഇതിൽ നിൽക്കും. അപ്പൊ അതിന്റെ ഒരു എഫേർട്ടും അതിന്റെ ഒരു കമ്മിറ്റ്മെന്റിന്റെയാണ് റിസൾട്ട് വരുന്നത്. പരിമിതികൾ എന്ന് പറഞ്ഞാൽ ഒരു നാട്ടിൻപുറത്തെ സ്കൂളാണ്. പിന്നെ ഞങ്ങൾക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള ഫെസിലിറ്റീസ് ഉള്ളൂ. പക്ഷെ ഇപ്പോൾ വ്യത്യാസമുണ്ട്. സ്റ്റാഫ് മാനേജ്മെന്റ് സ്കൂളാണ്. സ്റ്റാഫ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ പഴയ എന്താ പറയുക, അലൂമിനീസ് അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് വ്യത്യാസങ്ങളുണ്ട്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് വേണ്ട ഫുഡ് ആഴ്ചയിൽ ഞങ്ങൾ 2 ദിവസം ചിക്കൻ കൊടുക്കാറുണ്ട്. അതെന്റെ ഫ്രണ്ട്സായിട്ടും അവിടെയുള്ള കുറച്ച് ടീച്ചേഴ്സൊക്കെ ആയിട്ട് സ്പോൺസർ ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഒരു ചെറിയൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്.
അത് ഫ്യൂച്ചറിൽ ഉണ്ടാവണം എന്ന് കൂടുതൽ ആഗ്രഹിക്കുകയാണ്. കാരണം ഞങ്ങളുടെ സെലക്ഷനുള്ള പൂൾ എന്ന് പറഞ്ഞൊരു 20 കിലോമീറ്റർ അല്ലെങ്കിൽ 15 കിലോമീറ്റർ റേഡിയസ് ആണ്. കൗൺസിൽ എടുക്കണ പോലെ അവിടെ ഇവിടെ പോയി സെലക്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റില്ല, ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ഒന്നുമില്ല. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് കൊണ്ടുവരുന്ന പിള്ളേർക്ക് മെഡൽ വരുമ്പോൾ ഞങ്ങൾ കൂടുതൽ ഹാപ്പിയാണ്. ഇപ്പോൾ സോണിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊട്ടടുത്തുള്ളത് ഒരു 18 കിലോമീറ്ററിന്റെ ഉള്ളിൽ വരുന്നതാണ്. അപ്പോൾ അത് വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ നമ്മളൊരു വലിയ ടാലന്റിനെ കൊണ്ടുവന്നിട്ട് അതിനെ നർച്ചർ ചെയ്ത് അല്ലെങ്കിൽ അതിനെ ട്രെയിൻ ചെയ്ത് ഇമ്പ്രൂവ് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഒരു ആവറേജ് താരങ്ങളെ കൊണ്ടുവന്ന് ലിഫ്റ്റ് ചെയ്ത് അവർക്കൊരു ഫ്യൂച്ചർ ഉണ്ടാക്കണം. അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. തീർച്ചയായും ചിട്ടയായ പരിശീലനവും കഠിനാധ്വാനവുമാണ് സോണിയുടെ ഈ വിജയത്തിന് പുറകിൽ. ഇനിയും ഭാവിയിൽ എല്ലാ ആശംസകളും നേരുകയാണ്. ക്യാമറാമാൻ വിഷ്ണുവിനൊപ്പം ആതിര രാധാകൃഷ്ണൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.